എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചേന വിത്ത് ഗ്രോ ബാഗിൽ നടുന്ന ഒരു വീഡിയോ ആണ്. ചേന വിത്ത് നമുക്കിപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഗ്രോ ബാഗിൽ ചേന വിത്ത് നടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അടുക്കളത്തോട്ടത്തിൽ വേണ്ട ചെറിയ ചേനയായിട്ട് നമുക്കിത് കിട്ടും അടുത്ത കൊല്ലം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 5-6 ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ 7-8 ഗ്രോ ബാഗിൽ ഇത് നടുകയാണെങ്കിൽ ചെറിയ ചേനയുടെ വിത്ത് ചെറിയ വിത്തുകൾ നടുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേന് ചേന ഒരുമാതിരി ചെറിയ ചേനകൾ നമുക്ക് കിട്ടും വിത്തിരുന്ന് വലുതായിട്ട്. അപ്പം നമുക്ക് കറിക്കും വീട്ടാവശ്യത്തിനുമൊക്കെ ഉപയോഗിക്കാനുള്ള ചേന നമുക്ക് ഇതിൽ നിന്ന് പച്ചക്കറി പറിക്കുന്ന പോലെ നമുക്ക് ചെറിയ ചേന വിത്തുകൾ പറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ചേന വിത്ത് എങ്ങനെ നടാം എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യം മണ്ണിൽ ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം എല്ലുപൊടിയാണ് ഇട്ടത്, അതിനുശേഷം വേപ്പും പിണ്ണാക്ക് ഇട്ടു മണ്ണിലേക്ക്. കഴിഞ്ഞ് ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുകയാണ്, മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, എന്നിട്ട് അതിന് ശേഷം പതുക്കെ അതിനകത്തേക്ക് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുകയാണ്. ഇപ്പോൾ ചേനയൊക്കെ ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചേന നടിയിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ഇതിപ്പോൾ വലിയ ചേനയൊന്നും കിട്ടുകയില്ല, ചെറിയ ചേന വിത്ത് നടാനാണ്. അതാണ് ഈ ഗ്രോ ബാഗ് ഉപയോഗിക്കുന്നത്. ചേന വിത്ത് നട്ടാൽ നമുക്ക് പച്ചക്കറി പറിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറിയൊരു ചേന കിട്ടും. അപ്പം നമുക്ക് അവിയലൊക്കെ വെക്കാൻ നേരമൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മളിതിന് ഉദ്ദേശിക്കുന്നത്. അപ്പം ചാണകം അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പും പിണ്ണാക്കും മണ്ണി മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമ്മളതിന് ശേഷം ചേനയുടെ വിത്ത് കണ്ടില്ലേ, സ്യൂഡോമോണോസിൽ ചെറിയ വിത്ത് സ്യൂഡോമോണോസിൽ നമ്മൾ മുക്കി വെച്ചതാണ്. ഒരു അരമണിക്കൂറോളം മുക്കി വെക്കുകയാണെങ്കിൽ ഇതിൽ അഴുകി പോകാതെയൊക്കെ ഇരിക്കും സ്യൂഡോമോണോസ്. അപ്പം പെട്ടെന്ന് കിളുത്ത് വരാനും മുളപ്പെടുക്കാനും ഒക്കെ സഹായിക്കും, കേടുകളൊക്കെ മാറ്റാനും സഹായിക്കും. അത് കാരണം ഇത് കണ്ടില്ലേ, ചേനയുടെ മുകളിലെ വിത്താണ്. വലിയ ചേനയുടെ സൈഡിലൊക്കെ ചെറിയ വിത്തുകളുണ്ടാവില്ല, ആ സൈസ് വിത്താണിത്. ആ വിത്ത് ഇറക്കി വെച്ചാൽ തന്നെ മതി, ചേന ചെറിയ ചേനകളുണ്ടായി വരികയും ചെയ്യും. കണ്ടില്ലേ, ഇത് നമ്മൾ പതുക്കെ മണ്ണിട്ട് ഒന്ന് സെറ്റാക്കി മണ്ണിലിറക്കി വെച്ച് മണ്ണിട്ടൊന്ന് മൂടുക. മണ്ണിട്ട് മൂടി ഒന്ന് സെറ്റാക്കി വെക്കുക. അതിന് ശേഷം അതിന് വേണ്ട കുറച്ച് കരിയിലേക്ക് ഇട്ടൊന്ന് ഒരു ചെറിയ പൊത പോലെ ഇട്ട് കൊടുത്താൽ മതിയാകും. കരിയിലേക്ക് ഇട്ട് അത് വളവായിയൊക്കെ വന്നോളും കരിയിലയൊക്കെ. പിന്നെ ഈ കരിയിലയെ പറന്നു പോകാതെ കരിയിലയുടെ മണ്ടയിൽ നമ്മളൊന്ന് ശകലം മണ്ണൂടൊക്കെ ഒന്ന് വാരി, ആ മിക്സ് ഒന്ന് വാരി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും. കണ്ടില്ലേ, അങ്ങനെ വാരി ഒന്ന് സെറ്റാക്കി വെക്കുക. അപ്പം ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ഗ്രോ ബാഗിൽ ചെറിയ ചേന വിത്തുകൾ കിളിപ്പിച്ച് എടുക്കുക. അടുത്ത വർഷത്തേന് അത്യാവശ്യം ചെറിയൊരു കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചേന നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. നമ്മളൊന്ന് നനച്ചൂടൊക്കെ ഒന്ന് കൊടുത്ത് നമുക്ക് വെക്കേണ്ട സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതിയാവും. കണ്ടില്ലേ.